സാറിന് ഹൊറർ മൂവി പറയുമ്പോൾ പിള്ളേരൊക്കെ കാണാനായിട്ട് മടിക്കും. പക്ഷെ അങ്ങനെ പിള്ളേർ മാറി നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നില്ല. ഒരു കാന്താര ലെവലൊക്കെ കാന്താരം എന്ന് പറയാൻ പറ്റില്ല. നല്ല പടമായിരുന്നു. എനിക്ക് കുറച്ചും കൂടെ കാണണമെന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തീർന്നു പോയതുപോലെ തോന്നി. അപ്പോൾ ഒരു സീക്വല് ഡയറക്ടറിൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. പേടിപ്പെടുത്തുന്ന ഒരു സിനിമയാണോ? അല്ല, പേടിപ്പെടുത്തുന്നതിനേക്കാളും ഫാമിലി ആയിട്ട് പിള്ളേരെല്ലാവരായിട്ടും വന്ന് കാണാൻ പറ്റുന്നൊരു ഹൊറർ മൂഡിലുള്ള പടമാണെന്ന് തോന്നുന്നു. സാറിന് ഹൊറർ മൂവി പറയുമ്പോൾ പിള്ളേരൊക്കെ കാണാനായിട്ട് മടിക്കും. പക്ഷെ അങ്ങനെ പിള്ളേർ മാറി നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു ഹൊറർ മൂഡിലുള്ള ചിത്രമാണ്. വളരെ ക്രിയേറ്റീവ് എക്സ്പീരിയൻസ്. നല്ല എക്സ്പീരിയൻസാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ഔട്ട്പുട്ടുള്ള തിയേറ്റേഴ്സിൽ കുറേ കൂടി എക്സ്പീരിയൻസ് മച്ച് ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. ഇതിലും മോശമല്ല. വനിതാ വിനീതയിലും നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കിട്ടിയത്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കുറച്ച് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഹിന്ദു ഈ ഗുളികൻ അങ്ങനത്തെയൊക്കെ കുറച്ച് ആചാരങ്ങളെയൊക്കെ വളരെ നല്ല പിക്ചറൈസ് ചെയ്തിട്ട് അങ്ങനെ വന്നിട്ടുള്ളൊരു സിനിമ. നല്ല സിനിമ. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാലേ അതിൻ്റെ ഒരു ജെനുവിൻ ഫീഡ്ബാക്ക് ഓരോരുത്തർക്കും തോന്നത്തുള്ളൂ. ഡെഫിനറ്റ്ലി എല്ലാ സിനിമയും തിയേറ്ററിൽ തന്നെ വരണം എന്നാണ് എല്ലാ സിനിമാക്കാരും ആഗ്രഹിക്കുക. തിയേറ്ററിൽ വരുന്നത് തന്നെയാണ് സിനിമാക്കാർക്ക് എല്ലാവർക്കും ഒരു മികവ് കൊണ്ടുവരിക. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. മണിമൽ രാജു സാറിനും അതൊരു വലിയ പ്രചോദനമാവും ഇനിയും നല്ല സിനിമകൾ ചെയ്യാനായിട്ട്. നല്ല മൂവി. ഹൊററാണോ? ഹൊറർ എന്ന് പറയാൻ പറ്റില്ല. ഏകദേശം കൊള്ളാം. ഒരു നമ്മൾ പണ്ടൊക്കെ കഥകളൊക്കെ പറഞ്ഞു കേട്ടിരുന്ന ഗുളികൻ, ആ ഗുളികനെ കുറിച്ചുള്ള ചെറിയൊരു ഇത്. ഹൊറർ എന്ന് പറയാൻ പറ്റില്ല. ഒരു കാന്താര ലെവലൊക്കെ. കാന്താരം എന്ന് പറയാൻ പറ്റില്ല. സെപ്പറേറ്റ് ആണ്, വേറെയാണ്. കാരണം രണ്ടും തീം വ്യത്യാസമാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ കുറേ മുമ്പ് പറഞ്ഞ കേട്ട കഥകൾ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുന്നത് പോലെ ഒരു ഫീലാണ് ഇത്. ഗുളിക എന്നൊക്കെ പണ്ട് പറഞ്ഞ, ചാത്തൻ എന്നൊക്കെ പറഞ്ഞ അതുപോലത്തെ സംഭവങ്ങളുടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. കൊള്ളാം, നല്ല കൊള്ളാം. ഇപ്പോൾ ലാസ്റ്റത്തെ BGM ലാസ്റ്റ് ആ മൊത്തം പക്കയാണ്, അടിപൊളിയാണ്. ലാസ്റ്റത്തെ BGM ഞാൻ ഇരുന്ന് കേട്ടിട്ടാണ് നൈസ്, അടിപൊളിയായിരുന്നു. BGM സൗണ്ട് ക്വാളിറ്റി ഒക്കെ പക്കയാണ്. നൈസ്, അടിപൊളി പടം. ശരിക്കും പേടിച്ചോ? കുഴപ്പമില്ല, നല്ലതായിരുന്നു. കണ്ടിരിക്കാൻ പറ്റുന്ന മൂവിയാണ്. നല്ല മൂവിയായിരുന്നു. പേടിപ്പിക്കുന്നുണ്ട്, തമാശയുണ്ട്, രസമായിരുന്നു. ഐ മീൻ വരുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അഭിനയൊക്കെ നന്നായിരുന്നു. മനു എൻ്റെ ഫ്രണ്ടുമാണ്. ഡയറക്ടർ